groups are formed largely by rural women, mostly from poor backgrounds. Each of them put away a predefined amount of money in a common account. This money is used to give out loans to group members. The savings, once substantial, are used to set up small businesses by the group. A great turnaround story that came to the Usha Silai School program was with Deepa Shiju, a part of a very successful self-help group. എൻ്റെ പേര് ദീപ ഷിജു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളിക്കുണ്ട് താലൂക്കിലെ കള്ളാർ പഞ്ചായത്തിലെ രാജപുരം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. വയസ്സ് 39. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും 3 കുട്ടികളുമുണ്ട്. അവരെല്ലാവരും പഠിക്കുന്നു, പിള്ളേരെ. പിന്നെ വരുമാന മാർഗമായിട്ട് ചേട്ടായിക്ക് കടയുണ്ടായിരുന്നു. അങ്ങനെ ആ കടയിൽ നിന്നാണ് വരുമാന മാർഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില സ്കൂളിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പീസ് വർക്കിന് പോകുന്നുണ്ടായിരുന്നു. പീസ് വർക്കിന് 1500 രൂപയോളം മാസത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും നോക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഇത് ഉഷ ശിലായ് സ്കൂളിൽ ഇങ്ങനെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായിട്ട് പഠിപ്പിക്കുന്നതെന്നറിഞ്ഞ് അവിടെ പോയി ചേരുകയും അതിനുശേഷം സ്കൂളിൽ കുറേ കുട്ടികളെ പഠിപ്പിക്കുകയും സ്കൂൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. It shows how beautifully a self-help group model can flow into the Usha Silai School livelihood program. ഞാനിപ്പോൾ ഉഷ ശിലായ് സ്കൂൾ നടത്തുകയാണ്. ആദ്യമായിട്ട് SIG ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പാവന എന്ന് പറഞ്ഞൊരു സംഘം തുടങ്ങുകയും അതുവഴി ഞങ്ങൾ ഈ ഉഷ ശിലായ് സ്കൂളിനെ കുറിച്ച് അറിഞ്ഞ് അതിനെ പഠിക്കുകയും പിന്നെ സംഘത്തിലുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവർക്കത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. അപ്പം അങ്ങനെയാണ് പിന്നെ അത് എന്നിട്ട് സ്കൂളായിട്ട് അങ്ങോട്ടേക്ക് ഒരു വരുമാന മാർഗമായി ഒരു സ്കൂളായിട്ട് അങ്ങോട്ടേക്ക് ഉഷ ശിലായ് സ്കൂളായിട്ട് പിന്നെ അതിനെ മാറ്റിയെടുത്തത്. അതിനുശേഷം ഇപ്പോൾ രാജപുരത്ത് ഇങ്ങനെ ഒരു കട വാടകയ്ക്കെടുത്ത് അവിടെ പഠിപ്പിക്കുന്നുമുണ്ട്, അവിടെ പ്രൊഡക്റ്റ് വർക്കായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ സാരി എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്, കട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ പീസ് വെച്ച് വിവിധ രീതിയിൽ സാരികൾ മോഡലാക്കുന്നുണ്ട്, ആപ്ലിക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ വർക്കുകൾ ചെയ്തതിന് ശേഷം അത് ഓരോരോ കടകളിൽ, അതായത് അവർ ആവശ്യം പറയും, ആ ആവശ്യത്തിനനുസരിച്ച് ആക്കിയിട്ട് നമ്മൾ അവിടെ കടകളിൽ എത്തിച്ചു കൊടുക്കുന്നു. പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ തുണിക്കട നടത്തുന്നു, രാജപുരം എന്ന സ്ഥലത്ത്. നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ, നമുക്ക് ഇതിൻ്റെ ക്ലോത്ത് എടുത്തുകൊണ്ട് വരാനേ പറ്റുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയ ആൾ വേണം, അല്ലാതെ നമുക്ക് നമ്മൾ തന്നെ ഇതുപോലെ റെഡിമെയ്ഡ് മേടിച്ചുകൊണ്ട് വരുന്നതല്ലോ. ഇവിടെ വന്നിട്ട് അവർ ഓരോ മോഡൽ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അത് വിൽക്കുമ്പോഴേക്കും കസ്റ്റമർ കൂടുതൽ സാറ്റിസ്ഫാക്ഷനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരും. ഇത് മേടിക്കുന്നതിൻ്റെ കൂടെ മറ്റുള്ള സാധനങ്ങളൂടെ മേടിച്ചു പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ മാസം 6000-7000 രൂപയുടെ അടുത്ത് എല്ലാ മാസവും നമുക്ക് പൈസയായിട്ട് കിട്ടുന്നുണ്ട് ഈ ഉഷ ശിലായ് സ്കൂൾ നടത്തിയതിന് ശേഷം. ഉഷ ശിലായ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് നേരത്തേനേക്കാളും കുറേ മെച്ചമായിട്ട് വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാനും എല്ലാത്തിനുള്ള ഒരു കഴിവ് ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ഉഷ ശിലായ് സ്കൂളിനെ കുറിച്ച് പറയുന്നത്. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് കുറച്ച് കുട്ടികളെ കൂടി പഠിപ്പിക്കുകയും പിന്നെ ഇത് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് തൊഴിലില്ലാതെ നടക്കുന്ന പിള്ളേരുണ്ട്, വരുമാന മാർഗങ്ങളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളവരെയാണ് അധികം നമ്മളിവിടെ തയ്യൽ പഠിപ്പിക്കാനായിട്ടും ഒക്കെ വരുന്ന, തയ്യൽ പഠിക്കാനും വരുന്നത്.
അങ്ങനെയുള്ളവരെ വെച്ചിരുത്തി നൈറ്റി, അണ്ടർസ്കേർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ തയ്ച്ച് നമ്മൾ കടകളിൽ കൊടുക്കുകയും അവർക്കൊരു വരുമാന മാർഗ്ഗം ആക്കുകയും ചെയ്ത് കട കുറച്ചുകൂടി ഡെവലപ്പാക്കി എടുക്കണമെന്നുണ്ട്. There is no adequate initiative. Because if it is to be for the women, the perspective and the paradigm of development and economic development needs to be changed. Then you have to have not mass production but production by masses as the crux of your economy. And for that it cannot be just the small ancillary units for the large corporates, because that involves inevitably exploitation. There is adequate income compared to the time and energy that they make an input and the skill that they develop, then surely the women will come forward and there will be more response. They are given the due role in the leadership in the units like cooperatives, not just the self-help groups. Then they can themselves be the employment generators. There is enough scope in every sector for that, provided the generators, the employers are the communities also, are the state level authorities and agencies, and not just the big corporates. എൻ്റെ പപ്പ മരിച്ചത് എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ്. എനിക്ക് എൻ്റെ പപ്പേൻ്റെ മുഖം തന്നെ ഓർമ്മയില്ല. പിന്നെ എന്നെ വളർത്തിയത് മമ്മിയാണ്. മമ്മിയാണ് ഇത്ര എന്നെ ഇങ്ങനെ പറയാനും ഇങ്ങനെ ചിന്തിക്കാനും ഇത്ര ഇങ്ങനെ നടക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ചത്. മമ്മീൻ്റെ കയ്യിൽ നിന്നാണ് ഞാനെല്ലാം പഠിച്ചിട്ടുള്ളത്. മമ്മിയാണ് എന്നെല്ലാം പഠിപ്പിച്ചതും. അതുകൊണ്ട് പുറമെ ചുറ്റുപാടുകളിൽ എന്ത് നടക്കുന്നതെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വീട്ടിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നതെന്നും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എനിക്കറിയാം. മമ്മിയാണ് എനിക്ക് കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഏറ്റവും മോട്ടിവേഷൻ ചെയ്തതും മമ്മിയാണ്. സാരിഷ്, ജോബിൻസ്, വരുണ്, ഷാനോ, ഷോണ്. എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് അറ്റാക്ക് മൂലമാണ് മരിക്കുന്നത്. അറ്റാക്കിലൂടെയായിരുന്നു മരിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. മക്കളെ വളർത്താനുള്ള ഒരു സോഴ്സ്, ഒരു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്താണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്, കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്, അപമാനങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട്. ഒത്തിരി സാഹസികമായിട്ടാണ് ഞാൻ ഇവിടെ വരെ. ചെറുപ്രായമായതുകൊണ്ട് ഒത്തിരി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെ പ്രാർത്ഥിക്കുമായിരുന്നു നന്നായിട്ട്. ദൈവത്തിൽ കൂടുതൽ പ്രാർത്ഥന, ദൈവം എന്നെ അനുഗ്രഹിക്കും, ഉയർത്തും എന്നുള്ളൊരു ബോധ്യം എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിശ്വാസത്തിൽ ഞാൻ വന്ന് എൻ്റെ മക്കളെ കുഞ്ഞാണെല്ലാം അവരെ വളർത്താനുള്ള ബോധ്യത്തോടു കൂടി അവരെ നല്ല നിലയിൽ എത്തിക്കണം, സമൂഹത്തിൽ നല്ലൊരു നിലവാരത്തിൽ എത്തണം എന്നുള്ള ബോധ്യത്തോടെ നന്നായി കഠിനാധ്വാനം ചെയ്തു. രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. Unable to find support and guidance, Regimol Tommy joined the local self-help group and soon she saw her life change in front of her eyes. അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാനിങ്ങനെ ഗ്രൂപ്പിലെല്ലാം ചേരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഉഷാ സ്കൂളിൽ ഞാൻ ഇങ്ങനെ ട്രെയിനിങ്ങിനായി വരുന്നത്. അവിടെ നിന്നാണ് എനിക്കിങ്ങനെ മെഷീൻ തരുന്നത്. അങ്ങനെയാണ് പ്രചോദനം കിട്ടി ഈ നില ഇവിടെ വരെ എത്തിയത്. ടൈലറിങ്ങിലൂടെ ഞാൻ എൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തിയത്.
മൊത്തത്തിൽ പിള്ളേരെ 28 പിള്ളേരെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് മൊത്തത്തിലുള്ള കണക്കിൽ. അപ്പം ഫീസ് മേടിക്കുന്നത് ഒരു കുട്ടിയിൽ നിന്ന് മാസം 300 രൂപ വെച്ചാണ്. മാസം 8000 രൂപയോളം പൈസ കിട്ടുന്നുണ്ട്. 8000 രൂപ. ഇവിടെ നമ്മുടെ വീടിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ അയൽവക്കത്തുള്ള പിള്ളേരെല്ലാം പഠിച്ചു കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടൗണിലേക്ക് മാറ്റുവാണെങ്കിൽ ഇച്ചിരി നല്ല രീതിയിൽ കുട്ടികൾ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ടൗണിലേക്ക് മാറ്റിയത്. ആദ്യം തന്നെ പറഞ്ഞായിരുന്നു മമ്മിയാണ് എനിക്കൊരു പ്രചോദനം എന്ന്. ഞാൻ മമ്മീനെക്കിട്ട് അഭിമാനം കൊള്ളുകയുള്ളൂ. കാരണം ഇത്രയും പുറമേയുള്ള ഈ ചുറ്റുപാടിലുള്ള ഏത് ഒരു വനിതേനെ എടുത്താലും മമ്മീനെ പോലെ ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. കാരണം മമ്മി എടുക്കുന്നത് മമ്മീനെക്കാളും ഓവർലോഡായിട്ടുള്ള വർക്കാണ് മമ്മി ചെയ്യുന്നത്. കാരണം ഞങ്ങളെ പോറ്റണമെന്നൊരു ലക്ഷ്യത്തോട് മാത്രമാണ് മമ്മി അത് ഓവർലോഡായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു വുമണിനെ സംബന്ധിച്ചിടത്തോളം മമ്മീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻറ്റ്. മറ്റു സ്ത്രീകളുടെ ഹസ്ബൻഡ് ചെയ്യുന്ന അതേ വർക്ക് തന്നെ മമ്മി ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ചെയ്യുന്നുണ്ട്. Her group was formed by village women like her from low-income group families with no savings who wanted both social and economic support. കുറവുകളൊക്കെ നികത്തി അത് പരിഹരിച്ച് തരാനുള്ള ഒരു മനസ്സുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊക്കെ ഉണ്ടായാൽ അത് ഒക്കെ ഒന്ന് സാരമില്ലെന്ന് പറഞ്ഞ് അതൊക്കെ പരിഹരിച്ച് തരാനൊരു നല്ലൊരു മനസ്സുണ്ട്. തുടങ്ങിയത് കാരണം വളരെയേറെ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടി. ആ തൊഴിലിലൂടെ അവർക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനും ഭർത്താക്കന്മാരോട് ചോദിക്കാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും വീട്ടുകാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു അവസ്ഥ കൈവന്നു. The savings, once substantial, is used to set up small businesses that the group runs. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സ്ത്രീകളും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നതിനും അവർക്ക് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പുണ്ടാകുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ തയ്യലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭാവിയിലേക്ക് ഇതിലും നല്ല നിലവാരത്തിൽ നല്ലൊരു ഷോപ്പ് ഇടണമെന്നാണ്, കടയിടണമെന്നാണെന്ന് ആഗ്രഹം. പിന്നെ പാവപ്പെട്ട കുറേ സ്ത്രീജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് ഫീസ് ഇല്ലാതെ അവരെ പഠിപ്പിച്ച് അവർക്ക് ഉഷയിലൂടെ നല്ല മെഷീനൊക്കെ കൊടുത്ത് അവരെ നല്ല നിലവാരത്തിൽ അവരുടെ കുടുംബം പുലർത്താൻ ഒരു പ്രചോദനം നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. For Regimol's group, the Usha Silai School has become a business and a profitable one at that. സ്ത്രീജനങ്ങൾ ഇപ്പോൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ ഇങ്ങനെ പഞ്ചായത്ത് മെമ്പറായിട്ട് അതുപോലെ അതിൽ മേലെ ഉള്ള പ്രവർത്തനങ്ങളിലേക്കെല്ലാം ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്വയാശ്രയ സംഘത്തിലൂടെ വന്നു കിട്ടിയ അറിവുകളാണ് കൂടുതൽ അവർക്കുള്ളത്. അപ്പോൾ അവർ ഭർത്താവോ മക്കളുടെ ഇതില്ലാതെ അവർക്ക് തന്നെ സ്വന്തം ഒരു വരുമാനം കണ്ടെത്താനുള്ള താല്പര്യം ഇപ്പോഴുള്ള സ്ത്രീ ജനങ്ങൾക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, വരുന്നുമുണ്ട്. I really believe time has come again for a young woman to be able to order her clothing again, to be able to get the nicest sheets and tableware stitched without it being treated as exorbitant. And this very artificial dichotomy that has been created between cheap, trashy, globalized products with huge subsidies and huge externality and handcrafted products through a Silai machine or grown organically being treated as costly and therefore unaffordable. No, they're only unaffordable because of the subsidies and exploitation. And the minute we get rid of the subsidies and the minute we get rid of exploitation and create human relationships. So whether it's what we wear or what we eat, those relationships become vital. We have to make the choice.
Are we protecting the planet? Are we providing dignified livelihood? And are we eating and wearing sustainability, justice and fairness? The world is being reduced to everyone being a consumer. What we need is more and more people being producers. And that is why Usha Sulai School, by giving the skills to women to make their own clothing and make clothing for others who need it, and teaching others this skill, becomes a very important aspect of reclaiming what I call economic democracy, to go beyond being consumers to being producers with dignity and self-respect.